സാധാരണ പറയുന്നതും ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുന്നതും ഒരേ സംഗതിയെക്കുറിച്ചുള്ള രണ്ട് പ്രയോഗങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ മനസ്സ് നന്നാവുക എന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു, അത് ക്ലിയർ ആയാൽ ആ ശരീരം മുഴുവനും ക്ലീൻ ആവും. അപ്പൊ ആ മനസ്സ് നന്നാക്കലാണ് ആത്മാവിനെ നന്നാക്കാനുള്ള വഴി. അതിനുള്ള കർമ്മ പദ്ധതികൾ എന്താണ്? അതിന് ഇസ്ലാം ഒരുപാട് കർമ്മ പദ്ധതി തന്നിട്ടുണ്ട്. ഒന്ന്, നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആത്മാവിൽ ഒരുപാട് ചേറുകൾ വന്നിങ്ങനെ അടിയും. നബി തങ്ങൾ പറഞ്ഞത് കാണാം, ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദ് ഇദാ അസാബഹൽ മാ. ഒരു ഇരുമ്പിൽ വെള്ളം തട്ടിയാൽ അതിന് തുരുമ്പ് ബാധിക്കുന്നത് പോലെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ കറ പിടിക്കും. ആ കറ നീക്കിക്കളയുക എന്നതാണ് ഹൃദയ ശുദ്ധീകരണത്തിന്, ആത്മസംസ്കരണത്തിന് ഏറ്റവും വലിയ ഉപായം. നമ്മൾ ഏതൊരു സംഗതി അങ്ങനല്ല, എന്ത് ക്ലീൻ ആക്കണമെങ്കിലും ആദ്യം എന്ത് വേണം? ആദ്യമേലുള്ള കറ ചുരണ്ടി പോക്കണ്ടേ? ഒരു വണ്ടി നമ്മൾ ക്ലീൻ ആക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം ചെയ്യേണ്ട എന്താണ്? അതിലുള്ള ഈ ക്ലാപ്പുകളും കറകളും ഈ പൂഴിച്ചതൊക്കെ നമ്മൾ പോക്കണം. എന്നതുപോലെ ഈ കറ പോക്കാൻ ഒരുപാട് പരിപാടിയുണ്ട്. റമളാനിലെ സർവ്വ പദ്ധതികളുടെയും പിന്നിൽ ഈ ഒരു ആത്മസംസ്കരണം എന്ന് പറയുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോമ്പാണല്ലോ. നോമ്പ് എന്ന് പറഞ്ഞാൽ ആത്മസംസ്കരണത്തിന്റെ ഏറ്റവും മികച്ച ഒരു ട്രീറ്റ്മെന്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസം ഉണ്ടാവും ഒരു ചികിത്സ ആകുമ്പോൾ. ആ പ്രയാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ചികിത്സക്ക് വിധേയമാകുമ്പോഴേ നമ്മൾ ലക്ഷ്യം നേടുകയുള്ളൂ. എല്ലാ മരുന്നും എല്ലാ ചികിത്സ സുഖമല്ല. ചിലത് ഓപ്പറേഷൻ വേണ്ടി വരുമല്ലോ, അപ്പൊ അതിന്റെ കഷ്ടപ്പാട് നമ്മൾ തയ്യാറെടുക്കണം. ചിലത് കയ്പുള്ള കഷായം കുടിക്കേണ്ടി വരും, അത് ഞാൻ കുടിക്കൂല പറഞ്ഞ രോഗം മാറൂല. എന്നതുപോലെ നമ്മളെ അസുഖം ആത്മാവിന്റെ മാലിന്യമാണ്. അത് നീങ്ങണമെങ്കിൽ നമ്മൾ ഈ ചികിത്സക്ക് വിധേയരാകണം. അതുകൊണ്ട് തന്നെ ചികിത്സ വളരെ നല്ല രീതിയിൽ ഫലിക്കണമെങ്കിൽ അതിൻ്റെ നല്ല ശൈലിയിലായിരിക്കണം ഈ നോമ്പിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ. അല്ലാഹു തആല തന്നെ എത്ര മനഃശാസ്ത്രപരമായിട്ടാണ് നോമ്പിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഖുതുബയിൽ ഓതിയ ആയത്തുണ്ടല്ലോ, സാധാരണ മുതഅല്ലിമീങ്ങളൊക്കെ റമളാനിൽ ഉറുദിക്ക് വേണ്ടി ആദ്യം ഓതുന്ന ആയത്താണ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഇതട് കേട്ടാൽ നമ്മൾ നീച്ചാട് പോലാ, കാരണം ഇത് നമ്മൾ കേട്ട് കേട്ട് താമ്പിച്ചാണ്. പക്ഷെ ഇന്ന് വരെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ആരും ആലോചിച്ചിട്ടുണ്ടാവില്ല. അല്ലാഹു തആല എത്ര ദയാലുവാന്നറിയങ്ങൾ. നമ്മളോട് നോമ്പ് നിർബന്ധമാണ് എന്ന് പറയാൻ അല്ലാഹു ഉപയോഗിച്ച ഒരു ശൈലിയാണത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികളെ, ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ, നിങ്ങളെ മുമ്പുള്ളവർക്കൊക്കെ നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ്. അതെന്തിനു പറഞ്ഞതാ? അത് നമ്മളെ സമാധാനിപ്പിക്കുക. അങ്ങനെയാണ് ഒരാളോട് ഒരു ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പം ഓനെ ബേജാറാക്കരുത്. ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പം 35 വിദ്യാർത്ഥികളും പെരുങ്കളിയാണ്. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്തു? കയ്യിലുള്ള ചൂരൽ കൊണ്ട് ആദ്യം കണ്ട 4 ആൾക്ക് 4 എണ്ണീച്ചാട് കൊടുത്തു. മറ്റോൽക്കൊന്നും കിട്ടിയില്ല. അപ്പോഴേക്ക് എല്ലാവരും അച്ചടക്കത്തിലിരുന്നു, അടി മതിയാക്കി. ഈ അടി കിട്ടിയോൽക്ക് സഹിക്കും അത്? ഓൽക്ക് ഉറപ്പല്ലേ? മറ്റോലെല്ലാം കളിക്കാൻ കൂടിയതാ, തല്ല് കിട്ടിയ ആർക്കാ? 3 ആൾക്ക് 4 ആൾക്ക് മാത്രം. അപ്പോൾ ഓൽക്ക് സഹിക്കാൻ പറ്റൂല. മറ്റോൽ കൂടിയും കിട്ടിയാൽ എന്തായി? ഇതാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ മുമ്പുള്ളവർക്കൊക്കെ ഉള്ളതാ. അതുകൊണ്ട് നിങ്ങളായിട്ട് പ്രയാസപ്പെടേണ്ട, എല്ലാവർക്കും കൊടുത്ത സാധനമാണെന്ന്. ഇനി വേറൊരു ഉദാഹരണം വേണമെങ്കിൽ, നമ്മളിങ്ങനെ ബസ് കാത്തിക്കാണ് വയനാട്ടിൽ പോകാൻ. ഉടുത്തൊരുങ്ങി ഇസ്തിരൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഉഷാറിൽ റോട്ടുമ്മൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു KSRTC വന്ന് ഒരു വെള്ളക്കുണ്ടുക്കാട് ചാടി. ആ ചെളിവെള്ളം മുഴുവൻ നമ്മളെ ശരീരത്തിലേക്ക് ഇങ്ങോട്ടായി. അപ്പം നമ്മളെ മോന്തമ്മേ നോക്കിയാൽ ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ മാതിരി ആകെ ചളിയായി ചളയായി ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോഴാണ് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലല്ലല്ല എല്ലാവരും ഏത്തുണ്ട്. സമാധാനം ഉണ്ടാവില്ല കുറച്ച്.
അതാണ് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരാശ്വാസമാണ്, നമുക്ക് മാത്രം ഒരു ചികിത്സ അത് സഹിക്കാൻ കഴിയൂല. അങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല പിന്നെ വലിയൊരായത്തുണ്ടല്ലോ അൽ ബഖറയിൽ നോമ്പിന്റെ എല്ലാ മസലകളൊക്കെ പറഞ്ഞു. അവിടെ ലാസ്റ്റ് അല്ലാഹ് പറയുന്നുണ്ട് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അതിന് മുമ്പ് തന്നെ നോമ്പിന്റെ അളവൊക്കെ പറയണ്ടേ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ഈ റമളാനിൽ നോമ്പ് നോൽക്കാൻ ശാരീരിക മറ്റുള്ള നിബന്ധനകളൊത്ത ആളുകളൊക്കെ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പറഞ്ഞെന്താ, ഫമൻ കാന മിൻകും മരീളൻ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സുഖമില്ലാത്തവരുണ്ടെങ്കിൽ, അപ്പം തന്നെ അളവാ, സുഖമില്ലാത്തവരുണ്ട്, വലിയ സുഖമൊന്നും വേണ്ട നോമ്പ് ഒഴിവാക്കാൻ, എന്തു മതി, ഒരു ഡോക്ടർ പറയാ നിങ്ങൾ ഈ ഗുളിക കുടിക്കാതെ ഇപ്പൊ ഈ അസുഖത്തോടുകൂടെ നോമ്പെടുത്താൽ നിങ്ങളുടെ അസുഖം ഭേദപ്പെടാൻ കാലതാമസം എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലം നോമ്പൊഴിവാക്കാൻ അത് മതി. അതേസമയം പിന്നെ അല്ലാഹ് പറയാണ് ഔ അലാ സഫർ, നിങ്ങൾ യാത്രക്കാരനാണ്, അപ്പോൾ പ്രയാസം ഉണ്ടാവുമല്ലോ. ചെറിയ യാത്ര പറ്റൂല, 2 മർഹലയാണ്, ഏകദേശം 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു യാത്ര. നിങ്ങൾ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പോവാണ്, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് ഒഴിവാക്കാം. അല്ലാഹു തആല അളവ് പറയാം, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റമളാൻ കഴിഞ്ഞിട്ട് മറ്റ് ദിവസങ്ങളിൽ അത് ഖളാ വീട്ടിയാൽ മതി. എത്ര ദയാലുവാണ് പടച്ചവൻ, നമ്മളെ കർശനമായി ബുദ്ധിമുട്ടാക്കണ ഒരു ഏർപ്പാട് അള്ളാഹ്ക്കില്ല. എന്നാലും ചില ആൾക്കാർക്ക് തോന്നുന്നു ഈ നോമ്പ് ഒരു പീഡനല്ലേ എന്ന്. അതിനാണ് അള്ളാഹ് പിന്നെ പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നോമ്പ് മുഖേന നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എളുപ്പവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനാണ്. ഒരു ചികിത്സയാണ്, ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. പക്ഷേ നോമ്പ് ഒരു പീഡനമാണ് എന്ന് പറയുന്ന യുക്തിവാദി ഇപ്പോഴും മാനസികമായ വളർച്ച പ്രാപിക്കാത്തവനാണ്. ഓനൊരു ചെറിയ കുട്ടിൻ്റെ മാനസിക വളർച്ച ഉണ്ടായിട്ടുള്ളൂ എന്നാ. നമ്മളെ വീട്ടിൽ ചെറിയ മക്കള് മുറ്റത്തൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കണം, അതിൻ്റെ ഇടയിൽ അവൻ്റെ കാലിന് ഒരു പഴകിയ ആണി കുത്തിക്കേറിയാൽ നമ്മൾ ഓനെ വേടുത്ത് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡോക്ടറുമല്ല ആ ആണി വലിച്ചു ഊരിയതിന് ശേഷം പിന്നെ എന്താ ചെയ്യുക, വേറൊരു കമ്പി എടുത്തിട്ട്, അതിനേക്കാളും നീളമുള്ള ഒരു കമ്പി എടുത്തിട്ട് ഇവന്റെ ചന്തിക്കൊന്ന് അടിച്ചു കൊടുക്കും അല്ലേ. അപ്പൊ ഈ ചെറിയ കുട്ടി എന്താ ചിന്തിക്കുക, ഇത് എന്ത് ദയയില്ലാത്തോല പടച്ചോനെ, എൻ്റെ അമ്മയും ബാപ്പിയും ഡോക്ടറൊക്കെ, ഞാൻ കാലിനൊരു കമ്പി കയറിയിട്ട് അതിന്റെ വേദന സഹിക്കാൻ വയ്യാതെ പൊളഞ്ഞിക്കുമ്പോളാ ഇവര് കൊണ്ടുവന്ന് വേറൊരു കമ്പി കുത്തി കയറ്റണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടി ചിന്തിക്കാൻ മാത്രം പ്രായമായിട്ടില്ലല്ലോ. ഇത് ഭാവിയിൽ കാല് തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായ ചെറിയൊരു ചികിത്സയാണ്. ഇതുപോലെയാണ് നോമ്പ്. ഭാവിയിൽ നരകത്തിൽ കത്തിത്തീരാതിരിക്കാൻ അള്ളാഹു തരുന്ന ഒരു ചികിത്സയാണ്. ഈ ചികിത്സയിലൂടെ നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ, നമ്മളൊക്കെ കേട്ട് നീച്ചു പോകുന്ന ഹദീസാണ്, മൻ സോമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ നല്ല ഈമാനോടെ, ഇത് അല്ലാഹ് നിർദ്ദേശിച്ചതാണ്, അതാ നമ്മളെ ഈമാൻ. അതോടൊപ്പം പടച്ചോൻ